ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ആൻ്റണി, സ്വന്തം ആൻ്റണി. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ 2 കൊല്ലം മുന്നേ മലയാറ്റൂർ പോയി വരുമ്പോൾ മേടിച്ചു കൊടുന്ന ഒരു തൈയാണത്. ആ തൈയാണ് ഇപ്പോൾ ഇത്രയും വളർന്ന് പന്തലിച്ച് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത് എല്ലായിടത്തേക്കും അല്ല. അപ്പം അതിൻ്റെ ഈ മഴക്കാലത്താണ് ഇതിൻ്റെ മുട്ടുകൾ കൂടുതലും ഇവിടെ കണ്ടുവരുന്നത്. ഇതൊക്കെ അതിൻ്റെ മുട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. ഞാൻ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇതുമ്പോൾ ഇപ്പോൾ ഒരു പൂവ് വിരിയാൻ നിൽക്കുന്നു. ഇത് ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ പൂ വിരിയും. അത് വിരിഞ്ഞതിന് ശേഷം ഞാൻ വേറെ വീഡിയോ ഇടാം. ഇതാണ് ഇതിൻ്റെ പൂവ്, നല്ല വലിയ പൂവാണ്. ഈ പൂ വിരിഞ്ഞാൽ നമ്മളിതിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് നമ്മളിതിൽ പരാഗണം ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതൊരൊറ്റ പൂവുള്ളൂ, അത് കാരണം നമ്മൾ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പൂവുണ്ടെങ്കിൽ പിന്നെ പൂമ്പാറ്റയോ വണ്ടൊക്കെ വന്ന് ചെയ്ത് കൊടുത്തോളും. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പൂമ്പൊടി എടുത്ത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കായായിട്ട് വരും. ഇതിന് മുന്നേ ഒരു പൂ കൂടി ഉണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. ചെറിയ ചെറിയ മുട്ടുകൾ കണ്ടോ അവിടെ? ഇതൊക്കെ വലുതാവാനുള്ള മുട്ടുകളാണ്. ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വേണ്ട അങ്ങനെ. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് പ്ലാന്റുകളോടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ പ്ലാന്റുകളാണ്, ഓരോ പോട്ടുകളിലാക്കി ഞാൻ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത കൊല്ലമാവും നമുക്ക് ഇതിപ്പോൾ കായായിട്ട് വരുമ്പോൾ. ഇത് വലിയ പോട്ടുകളിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു 10-18 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആരുടെയും വീട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഓരോ ഇടനില കൃഷിയായിട്ട് മുളക്, ചുവന്ന ചീര അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് മെയിൻ ഇതിൻ്റെ ചാണകം, അതുപോലെ മഴക്കാലാണെങ്കിൽ കോഴിക്കാട്ടം ഉണ്ടെങ്കിൽ കോഴിക്കാട്ടം ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ വേഗം പൂക്കളുണ്ടായി ഒരുപാട് കായ്കളുണ്ടാവും. നമ്മുടെ ശരീരത്തിന് നല്ല വൈറ്റമിനൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട്സാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് പിങ്ക് കളറാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ പൂവ് വിരിയാൻ ഇനി ഒരു 1-1.5 മണിക്കൂറിന് കഴിഞ്ഞാൽ പൂ വിരിയും. അപ്പോൾ ഞാൻ പൂ വിരിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ നാളെ ഇടാം. അപ്പോൾ ദെൻ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.